ഹായ് CT aspirants, വെൽക്കം ടു ലാംഗ്വേജ് ലാബ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് അറിയാവുന്ന കുറേ ടോപ്പിക്സ് നമുക്കിവിടെ കാണാം. ക്വസ്റ്റ്യൻ്റെ ആണെങ്കിലും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് അറിയുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. സ്നേക്ക് ഡാഷ് ഇഫ് ദേ ആർ സ്കെയർഡ്. ഓപ്ഷൻസിൽ ബൈറ്റ്, ബൈറ്റ്സ്, വിൽ ബൈറ്റ്, വുഡ് ബൈറ്റ്. എത്രയും ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ബൈറ്റാണ്. നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് വിൽ ബൈറ്റ് അല്ലെങ്കിൽ വുഡ് ബൈറ്റ് അല്ലെങ്കിൽ വുഡ് ഹാവ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ? ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ബൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 0 കണ്ടീഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇഫ് ക്ലോസിലെ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിലെ 3 കണ്ടീഷൻസിന് അപ്പുറത്തേക്കുള്ള 4ാമത്തെ കണ്ടീഷനായിട്ടുള്ള ഒരു 0 കണ്ടീഷൻ കഴിഞ്ഞിട്ടില്ല. 5ാമത് വേറെ കണ്ടീഷൻ ഉണ്ട്, ഇമാജിനറി കണ്ടീഷൻസ്. നമുക്ക് ആദ്യം 0 കണ്ടീഷൻസ് പറഞ്ഞു തുടങ്ങാം. എന്താണ് 0 കണ്ടീഷൻ? 0 കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് എന്നും പറയും. നമ്മൾ പൊതുവായ സത്യങ്ങളെ പറയാനാണ് ഈ ഒരു കണ്ടീഷൻ സാധാരണ യൂസ് ചെയ്യാം. സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. അതുപോലെ തന്നെ പീപ്പിൾ ഡൈ ഇഫ് ദേ ഡോണ്ട് ഈറ്റ്. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ് എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ 0 കണ്ടീഷനാണ്. 2 ഭാഗത്തും ഒരേപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ? ഒരു സാധ്യമായ കാര്യം എന്ന് വെച്ചാൽ ലൈക്ലി ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറയാനാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ അല്ലേ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന ആ സെന്റൻസ് അവിടെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യു വിൽ പാസ് എന്ന് പറയുന്ന മെയിൻ ക്ലോസിനകത്ത് നമ്മൾ വില്ലാണ് ഉപയോഗിക്കുക. അവിടെ വില്ലോ, ക്യാനോ, ഷാലോ, മേ ഒക്കെ നമ്മുടെ സെന്റൻസിന്റെ മീനിങ് അനുസരിച്ചിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? യെസ്, ഇംപ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു സെന്റൻസ് ഞാൻ പറയാം. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ. ഇംപ്രോബബിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? അവിടെ വുഡോ, കുഡോ, ഷുഡോ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? മൈറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇനി തേർഡ് കണ്ടീഷൻ എന്താണ്? ഒരിക്കലും പോസിബിൾ അല്ലാത്ത, കഴിഞ്ഞു പോയൊരു കാര്യം, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടിയേനെ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്തായിരുന്നു? ഒരു എക്സാമ്പിൾ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറയുന്നു അല്ലേ? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഒരു ഭാഗം നമ്മുടെ ഇഫ് ക്ലോസിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 വെർബിന്റെ 3ാമത്തെ രൂപം. ഇങ്ങനെയാണ് നമ്മൾ ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ സ്കൂളിലും റെഗുലർ ആയിട്ട് പഠിച്ചത് അല്ലേ? ഇവിടെ 4ാമതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 0 കണ്ടീഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനും കൂടെ. ഇനി 5ാമത്തെ കണ്ടീഷനാണ്. 5ാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇമാജിനറി കണ്ടീഷനാണ്. യൂസിങ് വെയർ. ഓക്കെ, എന്ന് വെച്ചാൽ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയുന്നത് ഈ വേറെന്ന് വേർഡ് ഉപയോഗിച്ചിട്ട്. എന്ന് വെച്ചാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വേറെന്ന് ഉപയോഗിക്കും. ഇഫ് ഐ വേർ യു എന്ന് നമ്മൾ പറയണം. ഇഫ് ഐ വേർ യു, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇഫ് ഐ ആണ്, പക്ഷേ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ ആയിട്ട് വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷേ വേറാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ എന്നൊക്കെ പറയുന്ന ഇതാണ് ഫിഫ്ത്ത് കണ്ടീഷൻ. ദറ്റ് ഈസ് നമ്മുടെ ഇമാജിനറി കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ 5 കണ്ടീഷൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് യു ഡാഷ് വാട്ടർ ഫോർ എ ലോങ് ടൈം ഇറ്റ് ബോയിൽസ്. അവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻസ് ഹീറ്റ്, ഹീറ്റഡ്, ഹാഡ് ഹീറ്റഡ്, ഹാഡ് ഈറ്റഡ്. ക്വസ്റ്റ്യനിൽ ഏതാണോ കറക്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.